ഒരു പുണ്യനിമിഷത്തിൽ മഹാദേവനും ലോകത്തെ മോഹിപ്പിക്കുന്ന രൂപമെടുത്ത മഹാവിഷ്ണുവിന്റെ അവതാരമായ മോഹിനിയും ഒന്നായി ചേർന്നപ്പോൾ ഒരു ദിവ്യ തേജസ് പിറന്നു. ആ തേജസ്സിൽ നിന്ന് ഒരു ഉണ്ണി ഉണ്ടായി. ശ്രീ ധർമ്മശാസ്താവായ അയ്യപ്പൻ ലോകത്തിന് അനുഗ്രഹം നൽകാൻ ജനിച്ച ആ ഉണ്ണിയെ അവർ പമ്പാ നദിയുടെ തീരത്ത് വെച്ച് അനുഗ്രഹിച്ചു മറഞ്ഞു. അതേസമയം പന്തള രാജ്യത്തിന്റെ രാജാവിന് ഒരു ദുഃഖമുണ്ടായിരുന്നു, സന്താനമില്ലാത്ത ദുഃഖം. ഒരു ദിവസം പതിവ് പോലെ നായാട്ടിനായി രാജാവ് പമ്പാ നദിയുടെ അടുത്തുള്ള വനത്തിലെത്തി. വേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച് വിശ്രമിക്കുമ്പോൾ കാതിൽ ഒരു തേങ്ങൽ അലയടിച്ചു. ആ അത്ഭുതകരവും ദിവ്യവുമായ ശബ്ദം കേട്ട് രാജാവ് മുന്നോട്ട് ചെന്നു. അവിടെ സർവ്വ തേജസ്സോടുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു ദിവ്യ ശിശുവിനെയാണ് അദ്ദേഹം കണ്ടത്. ആ ദിവ്യ കാന്തിയിൽ രാജാവ് വിസ്മയഭരിതനായി. കണ്ണുകൾ നിറഞ്ഞ സ്നേഹം കൊണ്ട് ആ ഉണ്ണിയെ രാജാവ് വാരിയെടുത്തു. ഉടൻ തന്നെ കൊട്ടാരത്തിലെത്തി പ്രിയ ഭഗ്നിയായ രാജ്ഞിയെ ഈ പുണ്യ ബാലനെ കാണിച്ചു. ആനന്ദം കൊണ്ട് രാജ്ഞിക്ക് വാക്കുകൾ കിട്ടിയില്ല. രാജാവ് വനത്തിൽ വെച്ച് കണ്ട ഒരു സന്യാസി പറഞ്ഞതുപോലെ അവർ ആ കുഞ്ഞിന് മണികണ്ഠൻ എന്ന നാമകരണം ചെയ്തു. ദിവ്യമായ വരദാനമായി ലഭിച്ച മണികണ്ഠനെ അവർ സ്വന്തം മകനേക്കാൾ സ്നേഹത്തോടെ വളർത്തി. മണികണ്ഠൻ വളർന്നു വലുതായി. അദ്ദേഹത്തിന്റെ ദയയും വിവേകവും കാരണം രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ ഇഷ്ടമായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജാവിനും രാജ്ഞിക്കും സ്വന്തമായി ഒരു മകൻ കൂടി പിറന്നു. എന്നിരുന്നാലും രാജ്യകാര്യങ്ങളിൽ മണികണ്ഠന്റെ വിവേകമുള്ള തീരുമാനങ്ങളിലായിരുന്നു മുഖ്യം. അതുകൊണ്ട് മണികണ്ഠൻ തന്നെ അടുത്ത രാജാവാകണം എന്ന് നാട്ടുകാർ ആഗ്രഹിച്ചു. പക്ഷെ രാജ്യത്തിന്റെ ധനം രഹസ്യമായി കൈക്കലാക്കുന്ന മന്ത്രി മാത്രം ഇതിനെ എതിർത്തു. മണികണ്ഠൻ രാജാവായാൽ തന്റെ കള്ളത്തരങ്ങൾ പുറത്തറിയുമെന്ന് മന്ത്രി ഭയന്നു. അങ്ങനെ മണികണ്ഠനെ ഒഴിവാക്കാൻ മന്ത്രി ഒരു തന്ത്രം മെനഞ്ഞു. മന്ത്രി രാജ്ഞിയെ സമീപിച്ചു. അയ്യപ്പൻ രാജാവായാൽ അങ്ങയുടെ സ്വന്തം മകന് അധികാരം കിട്ടില്ല എന്ന് പറഞ്ഞ് രാജ്ഞിയുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കി. മന്ത്രിയുടെ ഉപദേശം കേട്ട് രാജ്ഞി മണികണ്ഠന്റെ പ്രഭാവം കുറയ്ക്കാൻ ഒരു ദുഷ്ടപ്രയോഗം നടത്തുന്നയാളെ വരുത്തി. അതിന്റെ ഫലമായി മണികണ്ഠന്റെ ദേഹത്ത് ഒരു അനർത്ഥ ശക്തി ഏൽക്കുകയും അദ്ദേഹം കഠിനമായ ക്ഷീണത്താൽ അവശ നിലയിലാവുകയും ചെയ്തു. രാജകുമാരൻ കിടക്കയിൽ ഒതുങ്ങിപ്പോയി. രാജ്യത്തെ മികച്ച വൈദ്യന്മാരുടെ ചികിത്സകൾക്കും അദ്ദേഹത്തെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ദുഷ്ടശക്തിയുടെ പ്രഭാവം അധികനാൾ നീണ്ടില്ല. ആപത്തിൽ മഹാദേവൻ തന്നെ മണികണ്ഠന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും മഹാദേവൻ ആ ദോഷങ്ങളെല്ലാം അകറ്റി അദ്ദേഹത്തിന് ദിവ്യമായ സൗഖ്യം നൽകുകയും ചെയ്തു. തുടർന്ന് അയ്യപ്പൻ ഊർജ്ജസ്വലനായി. രാജ്ഞിയും മന്ത്രിയും അടുത്ത നീക്കം നടത്തി. രാജ്ഞിക്ക് ഗുരുതരമായ അസുഖം ബാധിച്ചതായി കള്ളം പറഞ്ഞ് കിടക്കയിൽ കിടന്നു. മന്ത്രി കൊണ്ടുവന്ന വൈദ്യൻ രാജാവിനോട് പറഞ്ഞു, രാജ്ഞിയെ രക്ഷിക്കാൻ ഒരേ ഒരു വഴി മാത്രം, ഉടൻ തന്നെ പുലിപ്പാൽ എത്തിക്കണം. പ്രിയതമയെ ഓർത്ത് രാജാവ് കണ്ണീരോടെ ഇരുന്നു. ആ നിമിഷം ദൈവാംശത്തിന്റെ പ്രഭാവം നിറഞ്ഞ അയ്യപ്പൻ മുന്നോട്ട് വന്നു. രാജാവിന്റെ ദുഃഖം അകറ്റാൻ ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. ഈ ലോകം അസാധ്യമെന്ന് കരുതുന്ന ആ പുലിപ്പാൽ ഞാൻ കൊണ്ടുവരും. അയ്യപ്പന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം രാജാവിന് ആശ്വാസം നൽകിയെങ്കിലും വനത്തിലെ ഭീകരതയോർത്ത് അദ്ദേഹം ഭയത്തോടെ സമ്മതം നൽകി. തുടർന്ന് ധൈര്യത്തിന്റെയും ഭക്തിയുടെയും മൂർത്തി ഭാവമായി മാറിയ അയ്യപ്പൻ വനത്തിലേക്ക് യാത്രയായി. യാത്രയുടെ അന്തിമമായി ഒരു അത്ഭുതം സംഭവിച്ചു. അയ്യപ്പനൊടുവിൽ പുലിപ്പുറത്ത് പ്രൗഢിയോടെ തിരികെ എത്തി. നിരവധി പുലികൾ അദ്ദേഹത്തിന്റെ അകമ്പടിയായി പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് രാജ്ഞി ഞെട്ടിവിറച്ചു. താൻ ചെയ്തതൊന്നും തന്റെ മകനോടായിരുന്നില്ല, സാക്ഷാൽ ദിവ്യ ശക്തിയുടെ അവതാരത്തോടാണ് എന്ന് അവർക്ക് ബോധ്യമായി. താൻ ചെയ്ത തെറ്റു മനസ്സിലാക്കി രാജ്ഞി അഗാധമായ പശ്ചാത്താപത്തോടെ കണ്ണീരോടെ അയ്യപ്പന്റെ മുൻപിൽ മാപ്പപേക്ഷിച്ചു. സ്വാമിയേ ശരണമയ്യപ്പ.